अल्हम्दुलिल्लाहि रब्बिल आलमीन नहमदुहु व नस्तईनुहु व नु'मिनु बिही व नतवक्कलु अलैहि व नऊज़ु बिल्लाहि मिन शुरूरि अनफुसिना व मिन सय्यिआति अअमालिना मन यहदिहिल्लाहु फला मुदिल्ल लहु व मन युद्लिल फला हादिय लहु अशहदु अन ला इलाहा इल्लल्लाहु वहदहु ला शरीक लहु अशहदु अन्न मुहम्मदन अब्दुहु व रसूलुहु अरसलहु बिल हुदा व दीनिल हक़ लियुज़हिरहु अलद्दीनि कुल्लिहि वलौ करिहल मुश्रिकून अल्लाहुम्मा सल्लि अला मुहम्मदिन व अला आलि मुहम्मद कमा सल्लैत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद अल्लाहुम्मा बारिक अला मुहम्मदिन व अला आलि मुहम्मद कमा बारकत अला इब्राहीम व अला आलि इब्राहीम इन्नका हमीदुम मजीद अम्मा बअदु फ़इन्न खैरल हदीस किताबुल्लाह व खैरल हदी हदी मुहम्मदिन सल्लल्लाहु अलैहि वसल्लम व शर्रल उमूरि मुहदसातुहा व कुल्ल बिदअतिन ज़लाला व कुल्ल ज़लालतिन फिन्नार या अय्युहल्लज़ीना आमनू इत्तक़ुल्लाह हक़्क़ तुक़ातिह व ला तमूतुन्ना इल्ला व अंतुम मुस्लिमून अऊज़ु बिल्लाहि मिनश शैतानिर रजीम बिस्मिल्लाहिर रहमानिर रहीम वल्लज़ीना यु'तूना मा आतौ व क़ुलूबुहुम वज्लतुन अन्नहुम इला रब्बिहिम റാജിഊൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ മുഴുവൻ സമയങ്ങളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ അടിമകളോടുള്ള അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളിലൊന്നായ വിശുദ്ധ റമദാൻ നമ്മളൊക്കെ അള്ളാഹു കൽപ്പിച്ചതുപോലെ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അക്ഷരം പ്രതി പാലിച്ച് അള്ളാഹു അനുഷ്ഠിക്കുവാൻ കൽപ്പിച്ച കർമ്മങ്ങളൊക്കെ പരമാവധി നന്നായി അനുഷ്ഠിച്ച് അള്ളാഹു വിട്ടുനിൽക്കുവാൻ ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി വിട്ടുനിന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം നമ്മളെ തന്നെ വലിയ ഒരു പാഠം പഠിപ്പിച്ചു, ബോധ്യപ്പെടുത്തി. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മുത്തഖിയായ മനുഷ്യനായിട്ട് ജീവിക്കാൻ എനിക്ക് സാധിക്കും എന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം തെളിയിക്കുകയായിരുന്നു വിശുദ്ധ റമദാനിലൂടെ. പലപ്പോഴും നന്നാവണമെന്ന് ആഗ്രഹിക്കുമ്പോഴും നന്നാവണമെന്ന് മറ്റുള്ളവർ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ തോന്നാറുള്ള ഒരു തോന്നൽ, എനിക്കതിന് പറ്റൂല, എൻ്റെ സാഹചര്യം, എൻ്റെ ചുറ്റുപാടുകൾ, എൻ്റെ ശീലങ്ങൾ, ഇതൊക്കും എന്നെ അങ്ങനെ നന്നാവാൻ അനുവദിക്കുകയില്ല എന്ന് നിരാശയോടുകൂടി സ്വയം പറയുന്ന നമ്മളൊക്കെ തന്നെയും എനിക്ക് സാധിക്കും എന്ന് പ്രവർത്തനങ്ങൾ കൊണ്ട് തെളിയിച്ച ഏറ്റവും മഹത്തായ ഒരു റമദാൻ മാസമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയത്. ആ റമദാൻ പൂർത്തിയാക്കിയതിൻ്റെ സന്തോഷത്തിൻ്റെ പെരുന്നാൾ, ആഘോഷം നിറഞ്ഞ പെരുന്നാൾ നമ്മളൊക്കെ നന്നായി ആഘോഷിക്കുകയും ചെയ്തു. എന്തിനാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്? എന്തിനാണ് അള്ളാഹു നമ്മളോട് പെരുന്നാൾ ആഘോഷിക്കുവാൻ വേണ്ടി കൽപ്പിച്ചത്? ആ ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു തആല പറഞ്ഞത് വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അള്ളാഹു നിങ്ങളെ നേർമാർഗത്തിലാക്കിയതിൻ്റെ പേരിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് നിങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ ആഘോഷിച്ചത്. അതിനു വേണ്ടിയാണ് അള്ളാഹു പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മളോട് കൽപ്പിച്ചത്. സാധാരണ നാടുകളിലൊക്കെ പല രൂപത്തിലുള്ള ആഘോഷങ്ങൾ ഉണ്ടാവാറുണ്ട്. എല്ലാ ആഘോഷങ്ങളും ഒരു വിജയത്തിൻ്റെ, ഒരു സന്തോഷത്തിൻ്റെ പ്രതീകങ്ങളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒരു ആഘോഷം പ്രവാചകൻ കണ്ടു. അവിടെ കൂടിയിരുന്നവരോട് പ്രവാചകൻ ചോദിച്ചത്, ഇന്ന് എന്താണ്
അവർ പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ ഈദാണ്. ഈദ് എന്ന് പറഞ്ഞാൽ വർഷത്തിൽ അങ്ങനെ ആവർത്തിച്ചു വരുന്ന, എല്ലാ കൊല്ലത്തിലും ആവർത്തിച്ചു വരുന്ന ഉത്സവങ്ങളാണ് ഈദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് പറഞ്ഞു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾക്ക് ഇതിനേക്കാൾ നല്ല 2 ആഘോഷങ്ങൾ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. ഒന്നാമത്തെ ആഘോഷം ഈദുൽ ഫിത്തർ, രണ്ടാമത്തേത് ഈദുൽ അദ്ഹ. ഈദുൽ അദ്ഹ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലെ വലിയ ഒരു പരീക്ഷണം. അദ്ദേഹം വിജയിച്ചതിന്റെ സന്തോഷത്തിൽ അദ്ദേഹത്തോട് അള്ളാഹു കൽപ്പിക്കുന്ന കർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാഘോഷമാണ് ഈദുൽ ഫിത്തർ. നമ്മളെ, അള്ളാഹുവിന്റെ അടിമകളായ നമ്മളോട് അള്ളാഹു കാണിച്ച വലിയ ഒരു ഔദാര്യമുണ്ട്. ആ ഔദാര്യം മറ്റൊന്നുമല്ല, മുസ്ലിമായിട്ട് ജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്നതാണ്. എത്രയോ ആളുകൾ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോയ കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു തൻ്റെ വാപ്പ സന്മാർഗത്തിലാവണമെന്ന്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ ഭാര്യയെ പറ്റിയ ആഗ്രഹം ഉണ്ടായിരുന്നു. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തൻ്റെ മകനോട് ആ ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തിനേറെ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ ജീവിതത്തിന്റെ താങ്ങും തണലുമായി തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട പിതാമഹൻ അബൂ ത്വാലിബ് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കിട്ടാൻ അള്ളാഹുവിന്റെ ഹബീബ് എത്രമാത്രം അധ്വാനിച്ചു, എത്ര കഷ്ടപ്പെട്ടു, എത്ര സങ്കടപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനോട് പറഞ്ഞത്, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. മുഹമ്മദ് നബിയെ, നീ ആഗ്രഹിച്ച ഒരാളെ നീ ആഗ്രഹിച്ചതുപോലെ ഹിദായത്തിലാക്കാനുള്ള കഴിവും അതിനുള്ള അധികാരമൊന്നും നിനക്ക് തന്നിട്ടില്ല. വലാകിന്നല്ലാഹ യഹ്ദീ മയ്യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലാക്കും. ഈ തിന്മകളുടെ വല്ലാത്ത പെരുമഴ പെയ്യുന്ന ഈ കാലത്ത് മതവിശ്വാസവും ദൈവവിശ്വാസവും ഒക്കെ പഴഞ്ചനാണ്, പ്രാകൃതമാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന കാലത്ത് ജീവിതം എന്നത് ആസ്വദിക്കാനും സുഖിക്കാനുമുള്ളതാണ്. മതത്തിന്റെയും ധാർമ്മികതയുടെയും കോട്ടമതിൽ കെട്ടി ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളെ തളച്ചിടുന്നവൻ പൊട്ടനാണ് എന്നൊക്കെ വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷം മനുഷ്യർക്കിടയിൽ ആ 14 നൂറ്റാണ്ട് മുമ്പ് അള്ളാഹുവിന്റെ റസൂല് ഊഷരമായ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആ പദങ്ങളിലൂടെ എനിക്കും നിങ്ങൾക്കും ജീവിക്കുവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബ് നമ്മളോട് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കണം. അതൊരു ചെറിയ കാര്യമല്ല. ഇസ്ലാമിനെ പറ്റി നമ്മളെക്കാളേറെ അറിയുന്ന ചില ആളുകളുടെ പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? മതപരമായ ചില കാര്യങ്ങൾ നമ്മളെക്കാൾ ആഴത്തിൽ ചർച്ച ചെയ്യുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? പക്ഷേ ഒന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ, അള്ളാഹു അക്ബർ പറയാൻ അവർക്ക് സാധിക്കുന്നില്ലല്ലോ. എത്രയൊക്കെയോ കിതാബുകളും ഖുർആനൊക്കെ പലവട്ടം പഠിച്ചിട്ടും അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഒന്ന് സുജൂദ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോ നമുക്കതിന് പറ്റിയത് മാത്രമല്ല, അല്ലാഹു തആല പറഞ്ഞ വളരെ ചെറിയ കൽപ്പനകൾ പോലും ഗൗരവത്തോടു കൂടി ജീവിതത്തിൽ നമ്മൾ പാലിച്ചു. അതുകൊണ്ട് നമ്മുടെ പെരുന്നാൾ ആഘോഷം നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ വിജയത്തിന്റെ പ്രഖ്യാപനമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അല്ലാഹു നിങ്ങളെ വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും. അല്ലാഹു നിങ്ങളെ നേർമാർഗത്തിലാക്കിയതിന്റെ പേരിൽ അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറക്കെ വിളിച്ചു പറയേണ്ട ദിവസമാണ് പെരുന്നാൾ. എന്താണ് അല്ലാഹു അക്ബർ? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കളെക്കാൾ, എൻ്റെ കുടുംബത്തെക്കാൾ, എൻ്റെ ജീവനേക്കാൾ, സ്വത്തിനേക്കാൾ, ഇഷ്ടങ്ങളെക്കാൾ, താല്പര്യങ്ങളെക്കാൾ അല്ലാഹുവാണ് എനിക്ക് വലിയവൻ. ആ അല്ലാഹു എന്നോടൊരു കാര്യം കൽപ്പിച്ചാൽ അതിൻ്റെ മേലെ എനിക്ക് താല്പര്യങ്ങളില്ല, ഇഷ്ടങ്ങളില്ല, ബാഹ്യമായ സമ്മർദ്ദങ്ങളില്ല, ഞാൻ അവിടെ നിൽക്കും. ഇബ്രാഹിം നബിയുടെ മില്ലത്താണത്. ഇബ്രാഹിം നബിയുടെ മില്ലത്താണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത്, അസ്ലിം ഇബ്രാഹിമേ, നീ എന്റെ കൽപ്പനകൾക്ക് കീഴൊതുങ്ങ്. എന്താണ് കൽപ്പനകൾ എന്ന് പോലും ചോദിക്കാതെ, ആ കൽപ്പനകൾ എങ്ങനെയുള്ളതായിരിക്കുമെന്ന് ആലോചിക്കാതെ ഇബ്രാഹിം നബി ഒറ്റയടിക്ക് മറുപടി പറഞ്ഞു, അസ്ലംതു
ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു റബ്ബേ, നീ കൽപ്പിച്ചോളൂ, ഞാൻ കീഴ്പ്പെട്ടിരിക്കുന്നു. പിന്നീട് കൽപ്പനകളുടെ കൊടുങ്കാറ്റായിരുന്നു. ആ എല്ലാ കൽപ്പനകൾക്ക് മുമ്പിലും വിനയാന്വിതനായി വിധേയനായ ഇബ്രാഹിം നബിയുടെ കീഴടങ്ങലിന്റെ മനോഹരമായ കഥ. ആ ഇബ്രാഹിം നബിയുടെ ജീവിതത്തെയാണ് അള്ളാഹു നമുക്ക് ജീവിതത്തിന്റെ വഴിയായി നിശ്ചയിച്ചത്. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിമിന്റെ മില്ലത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത്. എന്താ മില്ലത്ത്? സുന്നത്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതത്തിലെ കൽപ്പനകൾ, പ്രവർത്തനങ്ങൾ, പ്രവാചകന്റെ വാക്കുകൾ, പ്രവാചകന്റെ അനുമതികൾ, ആ കർമ്മങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി ജീവിക്കണം. അതാണ് സുന്നത്ത്. എന്നാൽ മില്ലത്ത് എന്ന് പറഞ്ഞാൽ മില്ലത്തൊരു വഴിയാണ്, മില്ലത്തൊരു ആദർശമാണ്. ആ മില്ലത്ത് എന്ന് പറയുന്നത് സകലതും അള്ളാഹുവിന് സമർപ്പിച്ച് ജീവിക്കുക എന്നതാണ് ആ മില്ലത്തിന്റെ സവിശേഷത. ആ മില്ലത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മൾ തെളിയിച്ചതാ. അനുവദിക്കപ്പെട്ട പച്ചവെള്ളം നല്ല തൊണ്ട വരളുന്ന സമയത്ത് പടച്ച റബ്ബ് കുടിക്കരുതെന്ന് പറഞ്ഞപ്പോ റബ്ബ് പറഞ്ഞതുകൊണ്ട് മാത്രം ആ വെള്ളം കുടിക്കാതിരിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും നിങ്ങൾ കുടിക്കരുതെന്ന് പറഞ്ഞ ലഹരിയിലേക്ക് പോകാൻ എങ്ങനെയാണ് സഹോദര നമുക്ക് സാധിക്കുക? അപ്പൊ നമ്മൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, എനിക്കതിനെ പൂതിയൊന്നുമില്ല, പക്ഷെ എനിക്ക് പറ്റായിട്ടോണ്ടാണ്, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, എനിക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. കളവല്ലേ ആ വർത്തമാനം? പച്ചവെള്ളം കുടിക്കരുതെന്ന് പറഞ്ഞപ്പോ അതിൽ നിന്ന് ദാഹിച്ച സമയത്ത് വിട്ടു നിൽക്കാൻ നമുക്ക് പറ്റിയില്ലേ? നന്നായിട്ട് വിശന്ന സമയത്ത് ഭക്ഷണമുണ്ടായിട്ടും കീശയിൽ കാശുണ്ടായിട്ടും തിന്നരുതെന്ന് പറഞ്ഞപ്പോ തിന്നാതിരിക്കാൻ നമുക്ക് പറ്റിയില്ലേ? എന്തായിരുന്നു? നമ്മൾ തിന്നാൽ ആരെങ്കിലും നമ്മൾ ജയിലിൽ അടക്കുവോ? നമ്മൾ തിന്നാൽ തല പൊട്ടി മരിക്കുവോ? ഇല്ലല്ലോ. പിന്നെ എന്തേ തിന്നാഞ്ഞത്? അള്ളാഹു കാണും, അവൻ പറഞ്ഞിട്ടുണ്ട് ചെയ്യരുത്, അതുകൊണ്ടല്ലേ വിട്ടു നിന്നത്. ആ മനോഭാവം ഇനിയുള്ള ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റൂല എന്ന് പറയാൻ നമുക്ക് എങ്ങനെയാ സാധിക്കുക? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇനിയുള്ള ജീവിതം ആ റമളാനിൽ ഏതൊരു അള്ളാഹുവിനെയാണോ നമ്മൾ ആരാധിച്ചത്, ആ റമളാനിൽ ഏതൊരു അള്ളാഹുവിനെയാണോ നമ്മൾ സൂക്ഷിച്ചത്, ആ റമളാനിൽ ഏതൊരു അള്ളാഹുവിന്റെ നരകത്തെയാണോ നമ്മൾ പേടിച്ചത്, ആ റമളാനിൽ ഏതൊരു സ്വർഗത്തെയാണോ നമ്മൾ കാമിച്ചത്, അതേ സ്വർഗം, അതേ നരകം, അതേ അള്ളാഹു ഇപ്പോഴും നമ്മുടെ മുമ്പിലുള്ളത് അതാണ്. സാധാരണ അറബിയിൽ പറയാറുണ്ട്, നിങ്ങൾ റമളാനിന്റെ ആളുകളാരുത്, നിങ്ങൾ കൂനു റബ്ബാനി, നിങ്ങൾ റബ്ബിന്റെ ആളുകളാവണം. നമ്മൾ റമളാനിന് വേണ്ടി നോമ്പ് നോറ്റവരാകരുത്, റമളാനിന് വേണ്ടി ചെയ്തതാകരുത്, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തതാവണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ട സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തെ ഒരു ആയുധമാക്കി ചില ആളുകളൊക്കെ ഞങ്ങൾ ഇനി സക്കാത്ത് കൊടുക്കൂല, അങ്ങനെ ചെയ്യൂല, ഇങ്ങനെ ചെയ്യൂല എന്നൊക്കെ പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്ര പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിയെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ, മുഹമ്മദ് നബി കൽപ്പിച്ചത് കൊണ്ട്, നബി കാണാൻ, നബിന്റെ അംഗീകാരത്തിന്, നബിനെ പേടിച്ചിട്ട്, നബി പറഞ്ഞത് കൊണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ആരാധന ചെയ്തത് എങ്കിൽ നിങ്ങളുടെ ആരാധനകളൊക്കെ വെറുതെയായി. ആ മുഹമ്മദ് നബി ഇതാ മരിച്ചിരിക്കുന്നു. എന്നാൽ നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബി പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടിയാണ് ഇബാദത്ത് ചെയ്തിരുന്നത് എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആ അള്ളാഹു ഇതാ ഒരിക്കലും മരിക്കാതെ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചത് റമളാൻ മാസത്തിനു വേണ്ടിയാണെങ്കിൽ അത് കഴിഞ്ഞു. നമ്മുടെ അമലുകൾ വെറുതെയായി, വിശപ്പ് വെറുതെയായി, ദാഹം വെറുതെയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്രയെത്ര നോമ്പുകാർ വെറും പട്ടിണിയായിരുന്നു അവർക്ക് കിട്ടിയത്. എത്രയെത്ര രാത്രി നമസ്കാരക്കാർ ഉറക്കമൊഴിവായി എന്നല്ലാതെ അവർക്ക് യാതൊന്നും കിട്ടിയിട്ടില്ല. ആ കൂട്ടത്തിൽ ആവാതിരിക്കാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, ഞാൻ നിങ്ങളെ മുമ്പിൽ ഓതി വെച്ച ആയത്ത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഒരു സമൂഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. അവർ അള്ളാഹുവിന്റെ കൽപ്പനകൾ അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിക്കാനുള്ളതൊക്കെ അതിന്റെ മുറ പോലെ ഭംഗിയായി അവർ അനുഷ്ഠിക്കും.
പക്ഷേ ആ കാര്യങ്ങൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാലും ഖുലൂബുഹും വജ്ലത്തുൻ, അവരുടെ ഹൃദയം ഇങ്ങനെ പടപടാൻ മുടിച്ചുകൊണ്ടിരിക്കും, അവരുടെ ഹൃദയം ഇങ്ങനെ പെടച്ചുകൊണ്ടിരിക്കും. കാരണം അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലേണ്ടവരാണല്ലോ നമ്മൾ എന്ന പേടി കൊണ്ടാണ് അവരുടെ ഹൃദയം പെടക്കുന്നത്. ഈ ആയത്തിറങ്ങിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് ഓതിക്കൊടുത്തപ്പോ പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ടേ, അള്ളാഹുവിന്റെ റസൂലേ, അവർ തെറ്റ് ചെയ്തിട്ടാണോ അവരുടെ ഹൃദയങ്ങൾ പേടി കൊണ്ട് വിറക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അബൂബക്കറിന്റെ മകളെ ആയിഷ, അബൂബക്കറിന്റെ മോളെ ആയിഷ, അവർ വ്യഭിചരിക്കുകയായിരുന്നില്ല, അവർ കള്ളു കുടിക്കുകയായിരുന്നില്ല, അവർ അള്ളാഹുവിന് ആരാധനകൾ ചെയ്യുകയായിരുന്നു. എന്നിട്ട് എന്തിനാ പിന്നെ ഹൃദയങ്ങൾ അങ്ങനെ പിടക്കുന്നത്? അത് തങ്ങളുടെ ആരാധനാ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാകുമോ, അത് സ്വീകരിക്കുമോ, എന്റെ പ്രവർത്തനങ്ങളിലെ അബദ്ധങ്ങൾ, അപാകതകൾ, വേണ്ടാത്തരങ്ങൾ, എന്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടണം. ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മളൊക്കെ കഷ്ടപ്പെട്ട് നോമ്പ് നോറ്റ് ഒരുപാട് വെയിൽ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മുടെ ചില വാക്കുകളോ നമ്മുടെ ചില പ്രവർത്തനങ്ങളോ കാരണമായി ആ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെക്കാൾ പരാജയപ്പെട്ട ഒരു ജീവിതം ആരുന്നുണ്ടാവുക? അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ. പടച്ചോനെ, കഴിവ് കുറഞ്ഞവരാണ്, ക്ഷമ കുറഞ്ഞവരാണ്, വിവേകം കുറഞ്ഞവരാണ്, അറിവ് കുറഞ്ഞവരാണ്, ഈമാനിന്റെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങളും അപാകതകളും എമ്പാടും വന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ അള്ളാഹുവേ, ഈ അടിമയോട്, പാപിയായ അടിമയോട് കരുണ കാണിച്ച് അള്ളാഹുവേ കർമ്മങ്ങൾ സ്വീകരിക്കണേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ. നമ്മുടെ പൂർവികരായ സച്ചരിതരായ സാലിഹീങ്ങളായ നമ്മളൊക്കെ നിസ്കരിക്കുമ്പോൾ പ്രാർത്ഥിക്കാറില്ലേ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്റെ ഹിദായത്ത് കിട്ടി നീ കൽപ്പിച്ചതുപോലെ നിന്റെ ഇഷ്ടത്തോടെ ജീവിച്ച് സ്വർഗത്തിന്റെ വഴിയിൽ ജീവിക്കാൻ ഭാഗ്യം കിട്ടിയ അവർ ജീവിച്ചതുപോലെ എന്നെയും ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാറില്ലേ? ആ അവരുണ്ടല്ലോ, അവർ ഒരു റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നെ 6 മാസക്കാലം അവരുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിന്ന ഒരു വാചകം, റബ്ബനാ തഖബ്ബൽ മിന്നാ റമളാൻ, റബ്ബനാ തഖബ്ബൽ മിന്നാ റമളാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ റമളാനിനെ നീ സ്വീകരിക്കണം കേട്ടോ റബ്ബേ എന്ന് കണ്ണീരോടുകൂടി അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കഅബാലയം ഉണ്ടാക്കാൻ അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുമ്പോ മരുഭൂമിയിൽ സഹായത്തിന് പോലും ആളില്ല. 6 or 7 വയസ്സുള്ള തന്റെ വിരല് പിടിച്ച് നടക്കുവാൻ മാത്രം പ്രായമെത്തിയ മകന്റെ കൂടെയാണ് ഇബ്രാഹിം നബി കഅബാലയം ഉണ്ടാക്കാൻ ആരംഭിക്കുന്നത്. കമ്മറ്റിക്കാരില്ല, വിദേശത്തേക്ക് കത്തയക്കാൻ ആളില്ല, സഹായം ചോദിക്കാൻ ആളില്ല, റെസിപ്റ്റ് ഇല്ല, പിരിവില്ല, ഒന്നുമില്ല. ഒരു ബാപ്പയും മകനും ഒരു ചെറിയ മരത്തിന്റെ തണല് പോലും ഇല്ലാത്ത മരുഭൂമിയിൽ കല്ല് പൊറുക്കി വെള്ളമൊഴിച്ച് മണ്ണ് കുഴച്ച് അവർ കഅബാലയം ഉണ്ടാക്കുക. അള്ളാഹിന്റെ കൽപ്പന പ്രകാരം പണി പൂർത്തിയാക്കിയപ്പോ അവർ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ, നീ എല്ലാം കാണുന്നവനാണ്, നീ എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്. റബ്ബേ, എൻ്റെ അധ്വാനം, എൻ്റെ കഷ്ടപ്പാട്, എൻ്റെ പോരായ്മകള്, എൻ്റെ പ്രയാസങ്ങള്, അതുകൊണ്ട് റബ്ബേ തഖബ്ബൽ മിന്നാ, പടച്ചോനെ സ്വീകരിക്കണം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളാരും നിങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം രക്ഷപ്പെടുകയില്ല. അപ്പൊ പ്രവാചകനോട് ചോദിച്ചു, പ്രവാചകൻ അങ്ങും അങ്ങനെ തന്നെയാണോ? പ്രവാചകൻ പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ കാരുണ്യം ഇതിന്റെ കൂടെ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ അമലുകൾ കൊണ്ട് മാത്രമായി നമുക്ക് രക്ഷപ്പെടാനാവുകയില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാവാൻ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കണം. ഒന്ന്. രണ്ടാമത്തേത്, അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ റമളാനിൽ മാത്രം മുസ്ലിങ്ങളായി ജീവിക്കാനല്ല കൽപ്പിച്ചത്. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. വഅ്ബുദ് റബ്ബക, നിന്റെ റബ്ബിനെ നീ ആരാധിച്ചു കൊണ്ടിരിക്കണം. ഹത്താ
ഹത്താ യഅതിയകൽ യഖീൻ, നിനക്ക് ഉറപ്പാകുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കണം. എന്താണ് ഈ ഉറപ്പ് നിറങ്ങള്? അള്ളാഹു എന്റെ ജീവിതമെന്ന പരീക്ഷയ്ക്ക് എനിക്ക് അനുവദിച്ചു തന്ന അവസാനത്തെ സമയം തീർന്നിരിക്കുന്നു, ഞാൻ മരിക്കുകയാണ്, മലക്കുൽ മൗത്താണ് ഇപ്പോൾ എന്റെ മുമ്പിലുള്ളത് എന്ന് ഉറപ്പാകുന്നത് വരെ നിന്റെ റബ്ബിനെ നീ ആരാധിച്ചുകൊണ്ടിരിക്കണം. റമദാൻ കഴിയുമ്പോഴേക്ക് എല്ലാം വലിച്ചെറിഞ്ഞ് നിർത്തി ഇനി അടുത്ത റമദാനിനാവാം പള്ളിയിൽ നോമ്പ് തുറക്കാൻ വേണ്ടി ഉപയോഗിച്ച പാത്രങ്ങളും ഗ്ലാസും ഒക്കെ കഴുകി വെക്കുമ്പോൾ അത് കഴുകുന്ന ആൾക്കാർ പറയാറുണ്ട് ഇനി അടുത്ത റമദാനിൽ എടുക്കാനുള്ളതാ, അതുകൊണ്ട് കഴുകിയിട്ട് പള്ളിയുടെ ബാക്കിൽ കൊണ്ടുപോയി പാത്തു വെക്ക. അതുപോലെ ആവരുത് നമ്മുടെ ഈമാൻ, അതുപോലെ ആവരുത് നമ്മുടെ കർമ്മങ്ങൾ. അള്ളാഹു നമ്മളോട് അമലുകൾ ചെയ്യാൻ കൽപ്പിച്ചത് മരണം നമ്മുടെ മുമ്പിൽ എത്തുന്നത് വരെയാണ്. മരിക്കുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് യശാ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുവാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഹബീബായ റസൂലിന്റെ ചരിത്രം കണ്ണീരിന്റെ നനവോടുകൂടിയല്ലേ നമ്മളൊക്കെ പലപ്പോഴും കണ്ടതും കേട്ടതും വായിച്ചതും. അതുകൊണ്ട് ഇബാദത്തുകൾക്ക് ലീവില്ല, ഇബാദത്തുകൾ മാറ്റിവെക്കാനില്ല. റമദാനിൽ അതൊരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലും ശക്തിപ്പെട്ട രൂപത്തിൽ റമദാനിന് ശേഷം അതിന്റെ സാധാരണ പരുവത്തിലേക്ക് അത് കൊണ്ടുവരണം. ചില കാര്യങ്ങൾ വിട്ടുകളയരുത്. ആ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവണം. റമദാനോട് കൂടി തീർന്നു. ചില ആൾക്കാരൊക്കെ റമദാനിൽ പറഞ്ഞേ റമദാൻ അങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് ഞാൻ ബാക്കി പറഞ്ഞുതരാം, റമദാൻ അങ്ങോട്ട് കഴിയട്ടെ എന്നിട്ട് ഞാൻ അപ്പ കാണിച്ചു തരാം. നമ്മൾ സ്വയം പ്രഖ്യാപിക്കുമായിരുന്നു റമദാനിന് ശേഷം ഞാൻ നന്നാവൂല. അങ്ങനെയല്ല, നമുക്ക് മരണം വരെ നന്നായി ജീവിക്കണം. അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് നമ്മുടെ റബ്ബ് നമുക്ക് കാണിച്ചു തരികയായിരുന്നു ആ റമദാനിലൂടെ. ആ റമദാൻ പഠിപ്പിച്ച പാഠങ്ങൾ ഇനിയുള്ള കാലത്തും ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ഒരുങ്ങണം. അതിന് നമ്മൾ ഒരുങ്ങിയാൽ മറ്റാർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഒരുങ്ങിയാൽ അല്ലേ? അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞേ അള്ളാഹു ഒരു സമൂഹത്തിലും മാറ്റമുണ്ടാക്കുകയില്ല, സ്വയം നിങ്ങൾ മാറുന്നത് വരെ. ഞാൻ തീരുമാനിച്ചാൽ മതി, ഞാൻ ഇങ്ങനെ ജീവിക്കും, ഞാൻ ഇന്നത് പ്രവർത്തിക്കും, ഞാൻ ഇന്നത് ചെയ്യൂല എന്ന് ഞാൻ തീരുമാനിച്ചാൽ അള്ളാഹു എനിക്ക് മാറ്റത്തിന്റെ വഴി കാണിച്ചു തരും. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, അള്ളാഹു ഒരാളെ നന്നാക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അള്ളാഹു ഉദ്ദേശിച്ചാലേ ഒരാൾ നന്നാവുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അള്ളാഹ് തന്നെ പറയാണ്, അള്ളാഹു ഒരാൾക്ക് നന്മ കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ഇസ്ലാം, അവന്റെ ഹൃദയത്തിനെ അള്ളാഹു ഇസ്ലാമിന് വേണ്ടി ഇങ്ങോട്ട് വിശാലമാക്കിയിടുന്നു. ഇസ്ലാമിന് വേണ്ടി വിശാലാക്കാൻ തരങ്ങള്. ആരാന്റെ കുട്ടിക്ക് രോഗം വന്നാലേ നിങ്ങളൊന്ന് ആശുപത്രിയിൽ കുറച്ചേരം നിൽക്കുമെന്ന് ചോദിച്ചാലേ ഒരു മണിക്കൂർ നിൽക്കുമ്പോൾ മടുക്കും. നമുക്ക് എന്താവും വരാത്ത, ഇപ്പോഴും വരാറിന് പോയതാണല്ലോ, തുണി കുപ്പായം മാറ്റിയിട്ടില്ല, എന്താവും വരാത്ത ബേജാറാ നമുക്ക്. ആ കുട്ടി നമ്മളെ കുട്ടിയാണെങ്കിലേ ഒരു കൊല്ലം നിൽക്കേണ്ടി വന്നാലും അതേ കുപ്പായത്തിൽ നമ്മൾ നിൽക്കും. എന്താ നിങ്ങള്? ഇഷ്ടാണ് പ്രശ്നം, സ്നേഹമാണ് പ്രശ്നം. അപ്പൊ അള്ളാഹ് പറയണേ, അള്ളാഹ് ഒരാൾക്ക് നല്ലത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹ് കൊടുക്കുന്ന നല്ലത് ഹിദായത്താ. ആ ഹിദായത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ അള്ളാഹു ചെയ്തു കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് നിങ്ങള്? ഇസ്ലാം, അവന്റെ ഹൃദയത്തിനെ ഇസ്ലാമിന് വേണ്ടി ഇങ്ങോട്ട് വിശാലാക്കും. ഇസ്ലാമിന്റെ ഏത് കാര്യവും ഇഷ്ടൈകാരം, ഇസ്ലാമിന്റെ ഏത് കാര്യത്തോടും അവന് പ്രണയക്കാരം, ഇസ്ലാമിന്റെ ഏത് കാര്യവും എളുപ്പക്കാരം, അതിനെതിരുള്ള ഏതൊരു കാര്യത്തോടും സന്ധിയാവാനോ യോജിക്കാനോ ചേർന്ന് നിൽക്കാനോ അവന് കഴിയില്ല. അവന്റെ ഹൃദയം ഇങ്ങനെ പിന്നോട്ട് വലിക്കും. അവനെ വേണ്ട, പോണ്ട, ചെയ്യണ്ട, പറയണ്ട. കാരണം അവന്റെ ഹൃദയത്തെ അള്ളാഹു ഇസ്ലാമിന് വേണ്ടി പാകപ്പെടുത്തി. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ നമുക്ക് ചെയ്തു തന്ന ഏറ്റവും വലിയ നിഅമത്തായിട്ട് എന്താ പറഞ്ഞത്? നിങ്ങള് അള്ളാഹു നിങ്ങളുടെ ഹൃദയത്തിൽ ഇസ്ലാമിനോടും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടും പ്രണയമുണ്ടാക്കുകയും അതിന് വിരുദ്ധമായ കാര്യങ്ങളോട് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടാക്കുകയും ചെയ്തു തന്നു അള്ളാഹു. ഇനിയുള്ള കാലത്തും ആ ഇഷ്ടം നമുക്ക് ചേർത്ത് പിടിക്കാൻ പറ്റണം. ആർക്കെങ്കിലും
ആ നന്മകളോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, റമദാനിൽ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ വീണ്ടും ആവർത്തിച്ചു ചെയ്യാൻ നമുക്ക് പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ, മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താ പറയുക? ആ അനുഗ്രഹം നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആ റമദാനിലെ നന്മകൾ, റമദാനിൻ്റെ അത്ര വേണ്ട, അത് അള്ളാഹുവിൻ്റെ റസൂല് റമദാനിൽ മുണ്ട് മുറുക്കി എടുത്താണ്ട് ഒരുങ്ങല. നമ്മളും അങ്ങനെ തന്നെ ഒരുങ്ങിയേ. റമദാൻ കഴിഞ്ഞാൽ ആ റമദാൻ കഴിഞ്ഞ കാലത്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ജീവിതത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കണം. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിൽ നാം ചെയ്തിരുന്ന കാര്യങ്ങളിൽ, റമദാൻ മാസത്തിൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പ്, ആ നോമ്പിൻ്റെ നിർബന്ധാവസ്ഥ അത് ഇപ്പം നമ്മുടെ ജീവിതത്തിലില്ല. പക്ഷെ നോമ്പ് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നോമ്പ് എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. അത് റമദാനിൽ മാത്രം പറ്റുന്നൊരു കാര്യമല്ല, റമദാനിൽ നിർബന്ധ. അല്ലാത്ത കാലത്ത് അത് ഏറ്റവും നല്ല കർമ്മ. പ്രവാചകന്റെ അടുത്ത് വന്ന ഒരാൾ ചോദിക്കുന്നുണ്ടേ, എനിക്ക് സ്വർഗത്ത് പോകണം, സ്വർഗത്തിലേക്ക് പോകാൻ പറ്റിയ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്നെ ഉപദേശിച്ചാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സ്വഹാബിയോട് പറഞ്ഞത്, അലൈക ബിസ്സൗം, സ്വർഗത്ത് പോകാനല്ലേ, നോമ്പ് നോറ്റോ. ലാ ഇദ്ല ലഹു, അതിന് പകരം വെക്കാൻ വേറൊരു സംഗതി ഇല്ല. നമുക്കറിയാലോ, നോമ്പ് നോറ്റാൽ എന്തൊരു മാറ്റാ നമ്മളിൽ, വാക്കിൽ, പ്രവൃത്തിയിൽ, കർമ്മത്തിൽ, ഇബാദത്തുകളിൽ, സദക്കകളിൽ എന്തോ ഒരു ഉണർവാ നമുക്കില്ലേ. തിന്മകളിൽ നിന്ന് ആ നോമ്പ് എത്രയാണ് നമ്മളെ തടഞ്ഞത്. കല്യാണം കഴിക്കാൻ പ്രായമായ ഒരാൾ, പക്ഷെ അയാൾക്ക് കല്യാണം കഴിക്കാൻ ചില തടസ്സങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം പുരുഷന്മാരോട് പറഞ്ഞത്, നിങ്ങൾ നോമ്പ് നോൽക്കണം കേട്ടോ. നോമ്പെന്ന് പറയുന്നത് ഒരു പരിചയാണ്, ഒരു പരിചയാണ് നോമ്പ്. ജീവിതത്തിൽ അങ്ങനെ തിന്മകളുടെ പെരുമഴ പെയ്യുന്ന കാലത്തെ നമുക്ക് നമ്മളെ പ്രതിരോധിക്കാൻ ഒരു നല്ല ആയുധമാണ് കേട്ടോ, പരിചയാണ് നോമ്പ്. അതുകൊണ്ട് നോമ്പ് നോൽക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും റമദാൻ മാസത്തിന് ശേഷം അതിനെ തുടർന്ന് വരുന്ന ശവ്വാൽ മാസത്തിൽ 6 ദിവസം നോമ്പ് നോറ്റാൽ, 6 ദിവസം നോമ്പ് നോറ്റാൽ അവൻ കാലം മുഴുവൻ, ഒരു കൊല്ലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണെന്ന അല്ലേ. 30 ദിവസത്തെ നോമ്പ്, അതിന് 10 ഇരട്ടി കൂലിയാ. അപ്പം എത്ര ഇരങ്ങൾ? 30 × 10 300ആയി. പിന്നെ 6 ദിവസം, ആ 6 ദിവസം കൂടി നോമ്പ് നോറ്റാലേ ഒരു 10 കൂടി കിട്ടിയാലേ 360ആയി. 360 എന്ന് പറഞ്ഞാലേ ഒരു കൊല്ല. ഈ 6 ദിവസം കൂടി നിങ്ങൾ നോമ്പ് നോറ്റാൽ അവൻ കാലം മുഴുവൻ നോമ്പ് നോറ്റവനായി പരിഗണിക്കപ്പെട്ടു. 360 ദിവസം നോമ്പ് നോറ്റ ഒരു മനുഷ്യന്റെ കൂലി കിട്ടാൻ. ശവ്വാലിൽ 6 ദിവസത്തെ നോമ്പ് അതെങ്ങനെയാണ് നോൽക്കേണ്ടത്? പണ്ഡിതന്മാർ അതിനെ 3 രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ശവ്വാൽ 2 മുതൽ, ശവ്വാൽ 1 പെരുന്നാൾ, ശവ്വാൽ 2 മുതൽ 2, 3, 4, 5, 6, 7 തുടർച്ചയായ 6 ദിവസങ്ങൾ നോമ്പ് നോറ്റാൽ അത് ഈ നോമ്പിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ്. രണ്ടാമത്തെ രൂപം, ശവ്വാൽ മാസത്തിൽ ഏതെങ്കിലും 6 ദിവസം, 2 മുതൽ 7 വരെ ആവാം, ഇനി ഒരാൾ 3 മുതൽ 8 വരെ ആവാം, 4 മുതൽ 9 വരെ ആവാം, 5 മുതൽ 10, 11 വരെ ആവാം. എന്തെങ്ങനെ ഏതെങ്കിലും ആ ശവ്വാലിൽ ഏതെങ്കിലും 6 ദിവസം നോക്കുന്നുണ്ട്, അത് തുടർച്ചയായിട്ടാ നോൽക്കണേ. ഇന്ന് നാളെ മറ്റന്നാൾ അങ്ങനെ 6 ദിവസം നോറ്റാൽ അത് അതിൻ്റെ രണ്ടാമത്തെ രൂപമാണ്. മൂന്നാമത്തെ രൂപം, ഈ ശവ്വാൽ മാസത്തിലെ ഏതെങ്കിലും 6 ദിവസം തുടർച്ചയായി നോൽക്കണമെന്നില്ല. ശവ്വാൽ 3 നോറ്റ്, പിന്നെ 8 നോറ്റ്, പിന്നെ 11 നോറ്റ്, പിന്നെ 16 നോറ്റ്, പിന്നെ 21 നോറ്റ്, പിന്നെ 27 നോറ്റ്, എന്നെങ്കിലും. പക്ഷെ ഈ ശവ്വാലിൻ്റെ ഉള്ളിൽ ഓൻ 6 നോറ്റിട്ടുണ്ട്. അങ്ങനെ നോറ്റാൽ ഇപ്പം 3 രൂപയായി. ഒന്ന്, ശവ്വാൽ 2 മുതൽ 7 വരെ തുടർച്ചയായ 7. 2, ശവ്വാലിലെ ഏതെങ്കിലും 7 ദിവസം തുടർച്ചയായിട്ട്. മൂന്നാമത്തേത്, തുടർച്ച വേണ്ട,
ഷവ്വാൽ മാസത്തിൽ ഏതെങ്കിലും 6 ദിവസങ്ങളിൽ ഈ നോമ്പ് നോറ്റാൽ അവൻ കാലം മുഴുവൻ നോമ്പ് നോറ്റവനെ പോലെയാണ്. അപ്പം നമ്മൾ പാതിയിൽ നിൽക്കുക, ഇതും കൂടി നോറ്റാൽ നമ്മളൊരു കൊല്ലം കിട്ടും, മുഴുവനായി കിട്ടും. അപ്പോൾ പറ്റുന്നവർ സാധിക്കുന്നവരൊക്കെ ഈ നോമ്പുകൾ നോൽക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ റമദാൻ മാസത്തിൽ എന്തെങ്കിലും കാരണത്താൽ നോമ്പ് നഷ്ടപ്പെട്ടു പോയവരുണ്ടെങ്കിൽ ആ നോമ്പ് നമ്മൾ തോനെ നീട്ടിവെക്കാതെ വെക്കുക. കാരണം നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യമൊക്കെ നാളെ എങ്ങനെയാവും നമുക്കറിയില്ലല്ലോ. ഇത് അള്ളാഹ്ക്കുള്ള കട, അള്ളാഹുവിനുള്ള കടം, അത് വേഗം നോറ്റുവീട്ടലാണ് ഏറ്റവും പ്രധാനം. ഏതെങ്കിലും ആളുകൾക്ക്, രക്ഷിതാക്കൾക്കൊക്കെ ആ കടം നോറ്റുവീട്ടും മുമ്പേ അവർ മരണപ്പെട്ടു പോയാൽ മക്കളുടെ ബാധ്യതയാണ് ആ കടം വീട്ടുക. അവർ ആ നോമ്പ് നോറ്റുവീട്ടേണ്ടതുണ്ട്, അത്ര ഗൗരവമാണ്. അപ്പോൾ നോറ്റുവീട്ടേണ്ട നോമ്പുകൾ നോറ്റുവീട്ടുക, ഷവ്വാലിലെ നോമ്പുകൾ നോൽക്കുക. എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കുന്നത് ശ്രേഷ്ഠമാണ്, മറക്കാതിരിക്കുക. അതേപോലെ എല്ലാ അറബി മാസത്തിലെയും അയ്യാമുൽ ബീദ്, വെളുത്ത ദിവസങ്ങൾ, അയ്യാമുൽ ബീദ് അതായത് തോന നിലാവുണ്ടാകുന്ന ദിവസം, അതായത് 13, 14, 15 ഈ അറബി മാസത്തിലെ 13, 14, 15 ഈ 3 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കൽ പ്രവാചകൻ പ്രഗൽഭമായ സുന്നത്തായി പഠിപ്പിച്ചതാണ്. ഈ സുന്നത്ത് നോമ്പുകളൊക്കെ പിന്നെ നമ്മൾ ദുൽഹജ്ജ്, അറഫ ദിവസത്തെ നോമ്പ്, മുഹറം മാസത്തിലെ നോമ്പ്, അങ്ങനെ സുന്നത്താക്കപ്പെട്ട നോമ്പുകളൊക്കെ നമ്മളങ്ങനെ ധാരാളമായി നോൽക്കുക. നോമ്പുമായിട്ട് ഒരു ഹൃദയബന്ധം ഉണ്ടാക്കുക. റമദാൻ കഴിഞ്ഞാലും മറക്കരുത്. എന്നാൽ പിന്നെ റമദാനിലെ നോമ്പ് ഒരു പ്രശ്നമാവില്ല, എന്നും നോമ്പ് നമ്മുടെ കൂടെ ഉണ്ടാവും. രണ്ടാമത്തേത് നമ്മുടെ രാത്രി നിസ്കാരമാണ്. രാത്രി നിസ്കാരം അത് റമദാനിൽ ജമാഅത്തായി നിസ്കരിക്കാമെന്ന ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ആ നിസ്കാരം എന്നുണ്ട്, എല്ലാ ദിവസത്തിലും ഉണ്ട്, മരിക്കണ വരെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഫറള് നമസ്കാരം കഴിഞ്ഞാൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം രാത്രിയിൽ നിസ്കരിക്കുന്ന ഈ നിസ്കാരമാണ്, ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കാരം. അത് ഒന്നുകിൽ ഇശാഇന്റെ ശേഷം നിസ്കരിക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ എപ്പോഴെങ്കിലും ഉണർന്നിട്ട് നിസ്കരിക്കാം, അല്ലെങ്കിൽ ഇടക്കിടക്ക് നിസ്കരിക്കാം, നിസ്കരിക്കാം. പക്ഷെ ജമാഅത്തായിട്ട് നിസ്കരിച്ചത് പ്രവാചകൻ അത് റമദാനിൽ മാത്രമേ ഉള്ളൂ. അല്ലാത്ത കാലങ്ങളിൽ ഒറ്റക്ക് നിസ്കരിക്കുക. ഏറ്റവും നല്ലത് റമദാൻ നമ്മൾ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒന്ന് കിടന്ന് ഒന്ന് എണീറ്റ് കുറച്ച് നിസ്കരിക്കുക, പിന്നെ ഒന്ന് കിടക്കുക, പിന്നെ കുറച്ച് നിസ്കരിക്കുക. അങ്ങനെയായിരുന്നു പ്രവാചകൻ നിസ്കരിച്ച്. നമ്മളെ കൊണ്ട് തന്നെ ആവൂല അങ്ങനെ നിസ്കരിക്കാൻ. ഉറക്കങ്ങനെ മുറിഞ്ഞു പോകാൻ മാത്രമുള്ള കഴിവ് നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് ഒന്നുകിൽ സുബഹിൻ്റെ മുമ്പേ നേരത്തെ എണീറ്റ് നിസ്കരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എണീക്കാൻ പ്രയാസമാണ്, എന്നെ കൊണ്ട് കഴിയില്ല എന്നുണ്ടെങ്കിൽ യശാ നിസ്കരിച്ച് യശാന്റെ സുന്നത്ത് നിസ്കാരം കഴിഞ്ഞാൽ ഈ നിസ്കാരം പതിവാക്കുക. അത് 1 റക്അത്ത് മുതൽ 11 റക്അത്ത് വരെ. 11ൽ കൂടുതൽ പ്രവാചകൻ റമദാനിലോ റമദാൻ അല്ലാത്ത കാലത്തോ നിസ്കരിച്ചിട്ടില്ല എന്ന ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്. പ്രവാചകന്റെ രാത്രി നിസ്കാരത്തിന്റെ എണ്ണം കൃത്യമായിട്ട് പറയുന്ന ഏറ്റവും സ്വഹീഹായ ഹദീസ് ഇതാണ്. ആയിഷ ബീവിയോട് ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞു, റമദാനിലാവട്ടെ റമദാനിലല്ലാത്ത കാരണം പ്രവാചകൻ രാത്രി നിസ്കരിക്കുന്നത് ഏറ്റവുമേറെ അറിയുക പ്രവാചകന്റെ ഭാര്യമാർക്കാണ്. ആ ഭാര്യ പറഞ്ഞേ, റമദാനിലാവട്ടെ അല്ലാത്തപ്പോഴാവട്ടെ 11ൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല. അവ 11 റക്അത്ത് എപ്പോഴേൽക്കായിട്ട് നിസ്കരിക്കാം. മൂന്നാമത്തേത് ജമാഅത്ത് നിസ്കാരങ്ങളുടെ കണിശതയാണ്. നമ്മളൊക്കെ റമദാനിൽ ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് സഫിൽ എത്ര ആൾക്കാർ, എത്ര സഫേനി. പെരുന്നാളിൻ്റെ അന്നത്തോടു കൂടി അന്ന് സഫ് തികയാതെയായി. ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ആരും മരിച്ചു പോയിട്ടില്ല, അവിടെ ഉണ്ട്. പക്ഷേ നമുക്കൊരു തോന്നലാ, മതിയായി, ഈ നിസ്കാരം ഉണ്ടല്ലോ അത് ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കേണ്ടി കേട്ടോ. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്, ജമാഅത്തായി നമസ്കരിക്കാൻ സാധിക്കുന്ന ഒരാൾ പള്ളിയിൽ വന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കാതെ ഓൻ ഒറ്റക്ക് നിസ്കരിച്ചാലേ ലാ സ്വലാത്ത ലഹൂന, ഓൻ നിസ്കരിച്ചിട്ടില്ലാന്ന്. ഓൻ്റെ നിസ്കാരം അല്ല കൂട്ടിയിട്ടേ അല്ല കണക്കിൽ. അപ്പൊ ജമാഅത്ത് നിസ്കാരം നമ്മളൊന്ന് ജീവിതത്തിൽ പതിവാക്കുക. മറ്റൊന്നെന്താ നിങ്ങൾ, ഖുർആൻ പാരായണാണ്. എപ്പോഴെങ്കിലുമൊക്കെ റമദാനിൽ ഒരു പേജൊക്കെ മറിച്ച് ഓതിനിയല്ലോ, അത് തുടരുക. ദിവസം ഒരു സമയം കണ്ടെത്തി രാവിലെ. ഇപ്പം നമ്മൾ ഇടങ്ങേറില്ലല്ലോ, കീശയിലെ മൊബൈലുണ്ട്, ഒന്ന് വിരൽ നക്കിയാൽ നമ്മുടെ മുമ്പിൽ കിട്ടുകയാണ്. ഒരു 4 ആയത്ത്, അല്ലെങ്കിൽ വേണ്ട 2 ആയത്ത്, വേണ്ട 1 ആയത്ത് ഞാൻ എല്ലാ ദിവസവും ഓതും, രാവിലെ വൈകുന്നേരം. ഒരു തീരുമാനം എടുത്ത് നോക്കി, അതിന് വലിയ പണിയൊന്നുമില്ല. ഇബ്ലീസ് നമ്മളെ തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ സംഗതി എളുപ്പ. ഖുർആനുമായിട്ട് ഹൃദയബന്ധം,
പള്ളിയുമായുള്ള ഹൃദയബന്ധം കാത്തു സൂക്ഷിക്കുക. മറ്റൊന്ന് സദക്കയാണ്. സദക്ക എന്ന് പറഞ്ഞാലേ അത് വല്ലാത്തൊരു സംഗതിയാ. നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ സകല അബദ്ധങ്ങളിൽ നിന്നും നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഏറ്റവും സുന്ദരമായ രീതിയാ മരിക്കണ നേരത്ത് എൻ്റെ ജീവിതത്തിന്റെ പരീക്ഷയിൽ ഞാൻ തോറ്റിട്ടുണ്ട്, നരകത്തിന്റെ ചിത്രം ഇങ്ങനെ കാണിച്ചിട്ട് മലക്കുകൾ പറയാ വേമ്പാ ഇങ്ങട്ടാട്ടോ എനിക്ക് പോകാനുള്ളത് എന്ന് പറഞ്ഞ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പേടിപ്പിച്ച് നിൽക്കുമ്പോഴേ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന പരിഹാരം എന്താ നിങ്ങള്? പടച്ചോനെ, സ്വതക്ക ചെയ്താൽ ഞാൻ ഈ നരകത്തിന് പോകൂലായിരുന്നല്ലോ, അതുകൊണ്ട് പടച്ചോനെ ഒരു ഇത്തിരി നേരം കേട്ട് ആയുസ് നീട്ടി തന്നാലേ റബ്ബേ ഞാൻ സ്വതക്ക ചെയ്തോളട്ടോ. അപ്പൊ റസൂല് പറയാണ്, നിങ്ങൾ മരിക്കണ സമയത്ത് ഇന്നോട്ടേക്ക് ഇത്ര അതുകൊണ്ടൊരു കാര്യമല്ല, ആ സ്വത്ത് നിങ്ങളുടെ അല്ലാതായി, അത് പിന്നെ നിങ്ങളെ മക്കളെ സ്വത്താ, നമ്മളെ സ്വത്തായിരിക്കുന്ന സമയത്ത് ചെയ്യുക, അപ്പോഴതുകൊണ്ട് കാര്യം. അതുകൊണ്ട് ഇതാ ഇപ്പൊ വഖഫിനെ സംബന്ധിച്ചൊക്കെ ഭയങ്കരമായ ചർച്ചകൾ നടക്കുന്ന കാലമാണല്ലോ. വഖഫ് അതിൻ്റെ യുദ്ധം നമ്മൾ അങ്ങാടി ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മനസ്സിൽ തട്ടി ആലോചിച്ച് നോക്കാണ്, നമ്മൾ ആരെങ്കിലും വഖഫ് ചെയ്തുക്കണം? നമ്മൾ ആരെങ്കിലും ഒരു റുപ്യ വഖഫ് എന്തിനാ, ആർക്കു വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യണത്? വഖഫിനെതിരെ അടിച്ചു എന്ത് അടിച്ചു, ആർക്കും വേണ്ടി? ഇത് നമ്മൾ ചെയ്യേണ്ട കർമ്മല്ലേ? ഒരാള് എന്തെങ്കിലും ഒരു സംഗതി അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തിട്ട് അത് വഖഫാന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു സദക്ക നമ്മൾ ചെയ്യുക, അതിങ്ങനെ നിലനിർത്തിയിട്ട് അതിൻ്റെ വരുമാനം ഇസ്ലാം ദീനിൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുക. അതൊരു പുഴയാവാം, ഒരു കിണറാവാം, ഒരു മരമാവാം, ഒരു സെന്റ് ഭൂമിയാവാം, ഒരു പെരയാവാം, റോഡാവാം, വഴിയാവാം, എന്താവാം. പൂർവികരായ നമ്മുടെ പൂർവികർ കൊടുത്ത സദക്കന്റെ കണക്കിടലുകൾ വഖഫ് ഇന്ത്യ രാജ്യത്ത് ലക്ഷക്കണക്കിന് ഭൂമി സദക്ക വഖഫായിട്ടുണ്ട്. നമ്മൾ വല്ലതും കൊടുത്തണോ? ഇത്രകാലം സ്ഥലം നമുക്ക്. നാളെ ഇപ്പം നമ്മളെ മരണം കഴിഞ്ഞ് നമ്മുടെ മക്കൾ പൂരം തല്ലേകാരം ഒരു ഇഞ്ചാർക്കും കൊടുക്കൂല അല്ലേ? ഒരു 10 ആൾ കൂടിയിട്ട് നമുക്കൊരു 10 സെന്റ് സ്ഥലം പള്ളിക്ക് കൊടുക്കുക വഖഫായിട്ട്. അത് നിലനിൽക്കുന്നിടത്തോളം കാലേ നമ്മളെ ഖബർക്ക് നമ്മുടെ അക്കൗണ്ടിക്ക് അതിൻ്റെ ഫലം ഇങ്ങനെ വന്നുകൊടുക്കുന്ന, അതിന് വേറെ വലിയൊരു സമ്പാദ്യം വേറെ ഉണ്ടോ? അപ്പൊ വഖഫൊക്കെ യുദ്ധം ചെയ്യാനായിട്ട് നിൽക്കണ്ട, നമ്മളെന്തെങ്കിലും വഖഫൊക്കെ കൊടുത്തിട്ട് അത് പിന്നെ എന്തായി, പിന്നെ പടച്ചോനാ. നമ്മളെ നീയത്ത് നമ്മളത് കൊടുത്താല് പിന്നെ അത് എന്തായാലും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് പടച്ചോന് നമ്മൾ കൊടുക്കണ്ടേ? നമ്മൾ കൊടുക്കാതെ നമ്മൾ വഖഫിന് യുദ്ധം ചെയ്യല്ല. വഖഫ് വേണം, അത് വലിയ ഒരു ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാന, അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന തീരുമാനങ്ങളാണ് പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ജനാധിപത്യ പ്രക്രിയയിൽ അതിൻ്റെതായ പരിഹാര മാർഗങ്ങളിലൂടെ പ്രവർത്തിക്കുക. പക്ഷെ നമുക്കൊന്നിലൊക്കെ വഖഫ് കൊടുക്കണ്ടേ? ഇനി ഒരാൾക്ക് കഴിയില്ല, നമുക്കൊരു 4 ആൾക്ക് കൂടിയിട്ട് ഞാനൊരു 1 ലക്ഷം റുപ്യ തരാം, നമുക്കൊരു 2 സെന്റ് സ്ഥലം ഇവിടെ ഒരു മദ്രസ ഉണ്ടാക്കണം, അതിനെ കൊടുത്താലോ? അല്ലെങ്കിൽ നമ്മളെ മദ്രസൻ്റെ കെട്ടിടം പൊളിഞ്ഞാടാൻ അയക്കണേ, നമ്മളെ മിറ്റത്തൊക്കെ ടൈലിടാൻ വേണ്ടി 3-4 ലക്ഷം റുപ്യയിലെ നമുക്കൊരു 10 ആൾക്ക് കൂടി ഓരോ ലക്ഷം റുപ്യ കൊടുത്തുകൊണ്ട് അതൊന്നാണ് പുതുക്കി പണിതാലോ? അതിലെത്ര കാലം ആ കുട്ടികൾ ബിസ്മില്ല പഠിക്കുന്നോ, അലിഫും ബാവും പഠിക്കുന്നോ? നമ്മൾ മരിച്ചാലും അതങ്ങനെ വന്നു കൊടുക്കും. മറ്റേതൊക്കെ മക്കൾ വിൽക്കുക, കുടിക്കുക, തല്ലുക ചെയ്ത പാട്ടിന് പോകും അല്ലേ? അപ്പൊ സദക്ക ചെയ്യുക, നല്ല പുണ്യകർമ്മ. ജീവിതത്തെ നന്നാക്കിയെടുക്കാൻ സദക്കയോളം ഗൗരവമുള്ളൊരു സംഗതി വേറല്ല. റസൂല് പറഞ്ഞത്, കത്തുന്ന തീയിലേക്ക് വെള്ളമൊഴിച്ചാൽ ആ തീ അങ്ങോട്ട് കെട്ടുപോകുന്നത് പോലെ സദക്ക നിങ്ങളുടെ പാപങ്ങളെ കെടുത്തിക്കളയും അല്ലേ? അപ്പൊ സദക്ക ചെയ്യാ. അങ്ങനെ റമളാനിൽ നമ്മൾ ചെയ്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക വലിയ പുണ്യ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു 3 മഹാസൗഭാഗ്യങ്ങളുണ്ട്. ഒന്നെന്താ നിങ്ങള്? അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കുക. കാണുന്നവരോടൊക്കെ അസ്സലാമു അലൈക്കും. സഹാബത്തെ പ്രവാചകന്റെ കാലത്തെ പള്ളിക്ക് കയറി വരുമ്പോഴേ അവിടുന്ന് സലാം പറഞ്ഞിങ്ങോട്ട് വരുമ്പോ ഒരാൾ ഈ തൂണിന്റെ അപ്പുറത്ത് കൂടി വന്നാലേ പിന്നെ കണ്ടുമുട്ടുമ്പോ പിന്നെയും പറയും അസ്സലാമു അലൈക്കും. ചെലവില്ലാതെ കൂലി കിട്ടുന്ന കാര്യമാണ്. സലാം പറയാ, എല്ലാവരോടും സലാം പറയാ, അറിയുന്നവരോടും അറിയാത്തവരോടും. മുസ്ലിം ആണെന്ന് അറിഞ്ഞാൽ മതി. ഓന്റെ ഗ്രൂപ്പ് ഏതാണ്, സംഘടന ഏതാണ്, നേതാവ് ഏതാണ്, ഓന്റെ ഇനിഷ്യൽ എന്താണ്, ഓന്റെ ഓഫീസ് എവിടെയാണ്, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഓൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് 5 നേരം നിസ്കരിക്കുന്ന ഒരാളാണോ അസ്സലാമു അലൈക്കും. അഫ്ശുസ്സലാം, സലാം പ്രചരിപ്പിക്കുക. 3 അത്ഇമുത്ത്വാം, ഭക്ഷണം കൊടുക്കുക. നമ്മളെ കൊണ്ട് കഴിയുന്നത്, നമ്മളെ കാര്യത്തിൽ നമ്മുടെ പൂർവികരൊക്കെ പ്രാരാബ്ധാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും അവർ ഭക്ഷണം കൊടുത്തിനി.
ഒരാളെ വിളിച്ചിട്ട്, 4 ആളെ വിളിച്ചിട്ട്, അയലോക്കക്കാരെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ പള്ളിക്കൽ ബാങ്ക് കൊടുക്കണ ഉസ്താദിനെങ്കിലും ഒരു നേരത്തെ. ഞാനൊക്കെ എൻ്റെ നാട്ടിൽ ഉസ്താദിന് ചെലവിനും വേണ്ടി പാത്രമായിട്ട് ചെല്ലുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, വെറും കഞ്ഞിയും മുരിങ്ങൻ്റെ ഇല അതേ കഞ്ഞിവെള്ളത്തിൽ താളിച്ചതും പിന്നെ ചുട്ടെടുത്ത പപ്പടവും പൊതിഞ്ഞിട്ട് ഇത് പൊട്ടിക്കരുതിട്ടോ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പള്ളിയിലേക്ക് കിലോമീറ്റർ ഉസ്താദിൻ്റെ ചെലവായിട്ട് ഞാനൊക്കെ നടന്നിക്കണ്. അന്ന് അതുള്ള ഇനി പപ്പടം ചുടന്നെ മുതലാളിമാരെ, ഇനി മുരിങ്ങൻ്റെ ഇല എല്ലാവരും ഇനി. ഇന്നിപ്പോൾ നമുക്ക് 5 നേരം കോഴി നിന്ന് കോഴിനെ പോലെ കൂവുന്ന കാലമായിട്ടും ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ കൈയായിട്ടല്ല തോന്നുന്നില്ല. അതൊക്കെ നമ്മുടെ നാശത്തിൻ്റെ അടയാളങ്ങളാണ്. അത്രയും മുത്താം നിങ്ങൾ ഭക്ഷണം കൊടുക്കി. പിന്നെ ജനങ്ങളൊക്കെ കിടന്നുറങ്ങുന്ന രാത്രികളിൽ ഒളുവെടുത്ത് എഴുന്നേറ്റ് നിസ്കരിക്കിൻ. എന്നിട്ടോ ദുഖുലുൽ ജന്ന ബിസലാം, സമാധാനത്തോടു കൂടി സ്വർഗത്തിലേക്ക് നടക്കി. ഈ 3 കാര്യങ്ങളിൽ നമുക്ക് കഴിയാത്ത ഏതെങ്കിലും കാര്യമുണ്ടോ കൂട്ടരെ? സലാം പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. നമ്മളെ മൂന്നൊക്കെ എത്ര കന തെറ്റിക്കണോനോട് മുണ്ടലില്ല. ഓൻ അന്ന് അത് പറഞ്ഞതാ, മറ്റേ മീറ്റിങ്ങിൽ ഇങ്ങനെ പറഞ്ഞതാ. സലാം പറയില്ല. ഇബ്ലീസിന്റെ കുറെ കളി നോക്കാൻ നിങ്ങൾ തിന്നാൻ കൊടുക്കൂല. രാത്രി വെറുതെ ഉണന്നുകാണ്ട് മൊബൈൽ ഇങ്ങനെ ചൊരണ്ടി മണിക്കൂറുകൾ വാട്സാപ്പ് കിടന്നാലും നിസ്കരിക്കുക. ഇപ്പോഴോ ഒന്നും ഉണ്ടാക്കിയിട്ടോ ആലോചിക്കാൻ പറ്റൂല. എന്താ നിങ്ങൾ അത്ര ദൂരെ സ്വർഗം, അത്ര ദൂരെ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നന്നായി ശ്രദ്ധിക്കുക. റമളാൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു, നമുക്ക് പറ്റുന്നു. ഇതിനൊക്കെ നമുക്ക് എത്ര ഉറുപ്പ്യൻ്റെ സദക്കാരങ്ങൾ നമ്മുടെ പള്ളിയിൽ നിന്ന് ഈ 29 ദിവസം നമ്മൾ ശേഖരിച്ച് കൊടുത്ത കണക്കത്തിന് ലക്ഷങ്ങളാണ്. ഇവിടെ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ചുങ്കത്രക്ക് മൗലവി നിങ്ങളുടെ നാട്ടിൽ ഒരു സാമ്പത്തിക പിരിവിന് വന്നാൽ നമുക്ക് കയറി ചെല്ലാൻ പറ്റിയ പ്രധാനപ്പെട്ട പണക്കാരുടെ വീട് ഏതാ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നമ്മുടെ മഹലിൽ അങ്ങനത്തെ പണക്കാരാരാ? ഞാൻ ഇതുവരെ കണ്ടില്ല. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ മഹലിൽ അങ്ങനെ ഒരു പണക്കാരുമില്ല. നിങ്ങൾ പള്ളിക്കൊക്കെ വരി, എന്തേലും കിട്ടും. അങ്ങനത്തെ ഒരു മഹല്ല നമ്മളത്. ചൂണ്ടിക്കാണിക്കാൻ ഇത്ര പണമുണ്ടെന്ന് പറയാൻ നമ്മുടെ മഹലിൽ ആരുമില്ല, സാധാരണക്കാരാ. പക്ഷെ എല്ലാവരും കൊടുത്തു. ളുഹറിന് കൊടുത്തു, ഓലെന്നെ അസറിന് കൊടുത്തു, ഓലെന്നെ മഗ്‌രിബിന് കൊടുത്തു, ഓല ഇശാക്ക് കൊടുത്തു, ഓല് തറാവീന് കൊടുത്തു. ലക്ഷങ്ങളാണ് കൊടുത്ത്. പിന്നെ സക്കാത്ത്, ഫിത്ർ സക്കാത്ത് നമ്മൾ തെളിയിച്ചില്ലേ നമുക്ക് പറ്റുന്നു. അത് അവിടെ അവസാനിപ്പിക്കരുത്. ഇനിയും നമ്മൾ തുടർന്ന് പോവുക. അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ഹിദായത്ത് മരണം വരെ ലഭിച്ച ഭാഗ്യവാന്മാരായ മുത്തഖികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇബാദത്തുകൾ കൊണ്ട്, ആ ഇബാദത്തുകളുടെ പൂർണ്ണത കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടമായ സ്വർഗത്തിലേക്ക് നടന്നു പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. പൈശാചികമായ പ്രേരണകളിൽപ്പെട്ട് റമളാനിൻ്റെ മഹത്വത്തെ കളഞ്ഞു കുളിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് സർവശക്തനായ പടച്ചറപ്പ് നമ്മളെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. റമളാനിൽ നമ്മൾ ചെയ്ത എല്ലാ നന്മകളും ഇനിയുള്ള കാലം എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രൂപത്തിൽ ചെയ്യാൻ ഈമാനികമായ കരുത്ത് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റമളാനിൻ്റെ രാത്രികളിൽ ഒരുപാട് ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗത്തിലാക്കിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പാപികളായ നമ്മളെയും പടച്ചറപ്പ് ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ റമളാനിൽ നമ്മൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും രാജാതിരാജനായ റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു കൽപ്പിച്ചതുപോലെ ഹൃദയം വിശാലമായി ഇസ്ലാമിനെ സ്നേഹിക്കുന്ന നല്ല മുസ്ലിങ്ങളാവാൻ അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻകും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. اللهم تقبل منا إنك أنت السميع العليم. اللهم تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم ادخلنا الجنة مع الأبرار يا عزيز يا غفار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ربنا اغفر لنا ولوالدينا. اللهم ربنا اغفر لنا ولوالدينا. اللهم رب ارحمهما كما ربياني صغيرا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على محمد وعلى آله وصحبه أجمعين. الحمد لله رب العالمين. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്, നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്ത്, അതായത് കൈപ്പിനിയിൽ ഒരു സഹോദരി മാരകമായ ഒരു രക്താർബുദത്തിൻ്റെ പിടിയിലാണ്, വലിയ പ്രയാസത്തിലാണ്. ഒരൊറ്റ ഇഞ്ചക്ഷന് വേണ്ടി മാത്രം 19,000 ഉറുപ്പിക ആ സഹോദരി ചെലവഴിക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലാണ്. അവരുടെ ഏക തണലായ ഭർത്താവ് ചെവി കേൾക്കാൻ പറ്റാത്ത
അതേപോലെ സംസാരിക്കാൻ പറ്റാത്ത ഒരു സാധു മനുഷ്യനാണ്. ഏക മകൻ മാനസിക രോഗിയാണ്. ആ വീട്ടിലെ ഒരു ഉമ്മ, ആ ഉമ്മക്ക് ഈ രോഗമാണെന്നറിയുമ്പോൾ ആ ഉമ്മ അനുഭവിക്കുന്നൊരു പ്രയാസമല്ലേ. ചികിത്സിക്കാൻ പണം കൂടി ഇല്ലാതെ വരുമ്പോൾ വേദനയിൽ ആ ഉമ്മ അനുഭവിക്കുന്ന വേദന നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ ആ സഹോദരിയുടെ വേദന ഒരു നേരമെങ്കിലും മാറ്റിക്കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അവരുടെ കണ്ണിൽ ഒരു ചെറിയ പ്രകാശം ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ ആ കുടുംബത്തെ ഇന്ന് സഹായിക്കണം, നന്നായി സഹായിക്കണം. ഇനി ഇന്ന് സഹായിക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ പറ്റുന്ന സമയത്തൊക്കെ ആ കുടുംബ കമ്മിറ്റി ഏൽപ്പിച്ചാൽ മതി, ആ കുടുംബത്തിന് എത്തിച്ചു കൊടുക്കണം. അത്ര സങ്കടകരമാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ. അള്ളാഹു മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ.